Hello. Welcome to market discussion of the day. Today, August 13th, 2025, വെനസ്ഡേ ആണ്. സോ നമ്മൾ മാർക്കറ്റ് ഡിസ്കഷനിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ നമുക്ക് ഫണ്ടമെന്റൽസിലോട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കി പോവാം. ഫണ്ടമെന്റൽ സൈഡിൽ നമ്മൾ നോക്കാൻ നേരത്തെ ഇന്നലെ നമുക്ക് സി പി ഐയുടെ ഡേറ്റ വന്നിട്ടുണ്ടായിരുന്നു. സി പി ഐയുടെ ഡേറ്റ നെഗറ്റീവായിട്ടാണ്, US ഡോളറിന് നെഗറ്റീവായിട്ടാണ് ആക്ച്വലി ന്യൂസ് വന്നത്. ഓക്കെ, സോ ബേസിക്കലി ന്യൂസ് വന്നപ്പോൾ പ്രീവിയസ് വന്നത് 0.3% ആയിരുന്നു. ഫോർകാസ്റ്റ് ഉണ്ടായിരുന്നത് 0.6%, ആക്ച്വലി വന്നപ്പോൾ 0.2% ആയിട്ടാണ് ന്യൂസ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് കാണാം അല്ലേ. സോ മാർക്കറ്റിൽ അതെങ്ങനെ അഫക്റ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ, സോ US ഡോളറിന് നെഗറ്റീവായിട്ട് വരുമ്പോൾ ഗോൾഡും GBPയും അതേപോലെ യൂറോയും ഒക്കെ മുകളിലോട്ടും JPY താഴോട്ടുമാണ് പോകേണ്ടത് അല്ലേ. സോ മാർക്കറ്റിൽ എന്താ പറയുക, ആ ഒരു ന്യൂസ് വന്ന സമയത്ത് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാഞ്ചാടുകയും എന്താ പറയുക, ഈ ഒരു ക്യാൻഡിലായിരുന്നു. ഈ ഒരു ക്യാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിലോട്ടും താഴോട്ടും ഏകദേശം 3357 വരെ പോയി, 3337 വരെ താഴെ വന്നു. ഓക്കെ, സോ അങ്ങനെയൊക്കെ കിടന്ന് ചാഞ്ചാടിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ചാഞ്ചാട്ടം ഉണ്ടാവുന്നത് കൊണ്ടിട്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് CPIക്ക് മുന്നേ ആയിട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം എന്ന്. കാരണം അത് സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അതിനുശേഷം ഉച്ചയ്ക്ക് വൈകുന്നേരം 4 മണിക്കുള്ള ക്യാൻഡിൽ, അതായത് ഇന്ത്യൻ ടൈമിംഗ് 6:30 മണിക്കുള്ള ക്യാൻഡിൽ, 8:30 മണിക്കുള്ള ക്യാൻഡിൽ, അതായത് യൂറോപ്പ് അടച്ചതിന് ശേഷം ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ നോക്കിക്കോ. സോ നമ്മൾ എപ്പോഴും പറയാറുണ്ട് എന്താണ്, യൂറോപ്പ് അടയ്ക്കുന്ന ആ ഒരു ക്യാൻഡിലായിരിക്കും മിക്കവാറും ഒരു ചേഞ്ച് ഉണ്ടാക്കുന്നത്. സോ ആ മാർക്കറ്റ് 3330 വരെ മാർക്കറ്റ് പോയതിന് ശേഷം യൂറോപ്പ് അടച്ച സമയത്ത്, അതായത് US മാത്രം പ്രവർത്തിക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? മാർക്കറ്റ് ഒറ്റയടിക്ക് മുകളിലോട്ട് പോയി 3360 വരെ മാർക്കറ്റ് വീണ്ടും തിരിച്ചു പോവുകയും ചെയ്തു. ഓക്കെ, സോ ഇതാണ് CPIയുടെ ഡേറ്റ വന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ മാർക്കറ്റ് 3360 to 3340 ആ റേഞ്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ ഗോൾഡിന്റെ കാര്യം ഇന്ന് പറയുകയാണെങ്കിൽ 3350 അവിടെ നിന്ന് ഒരു $10 മുകളിലോട്ടും $10 താഴോട്ടും ഉള്ളൊരു മൂവ്മെന്റ് ആണെന്ന് പ്രതീക്ഷിക്കുന്നത്. വളരെ സ്ലോ മൂവ്മെന്റ് ആയിരിക്കും ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, സോ നേരെ നമ്മൾ ഇന്നത്തെ ന്യൂസിലോട്ട് വരുമ്പം ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് വലിയ ന്യൂസുകളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ട്. സോ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് 3:30 മണിക്കാണ്, ഉച്ചയ്ക്ക് 3:30 മണിക്ക് UK ടൈമിങ്ങിലാണ് വരുന്നത്. ഇന്ത്യൻ ടൈമിങ്ങിന് എനിക്ക് തോന്നുന്നത് 8 മണിയായിരിക്കും അത്. സോ ആ ഒരു സമയത്തിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക, പ്രത്യേകിച്ച് ഗോൾഡിൽ. കാരണം ഒരുപാട് ക്രൂഡ് ഓയിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട്. സോ കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുന്നേ ആയിട്ട് നിങ്ങൾക്കറിയാം, ഒറ്റയടിക്ക് 3323 നിന്ന് 3378 വരെ മാർക്കറ്റ് സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചിന്റെ ന്യൂസ് വന്നപ്പം. സോ അതുകൊണ്ടിട്ട് തന്നെ ഇപ്പം വേൾഡിൽ നടക്കുന്ന പല കാര്യങ്ങളും, ഇപ്പം ഇന്ത്യക്കെതിരെ കൊടുത്തിട്ടുള്ള താരിഫ് 50% താരിഫ്, അതിന്റെ റീസൺ എന്താ വെച്ചാൽ ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് ഓയിൽ മേടിക്കുന്നതാണ്. ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് ഓയിൽ മേടിച്ച US എന്താണ് പ്രശ്നം? സോ US എന്താ പറയുക, ഈ ക്രൂഡ് ഓയിൽ ഈ ഒരു വിപണിയിൽ നല്ലൊരു എന്താ പറയുക, അവർക്ക് നമ്പർ 1 ആവണം എന്നുള്ളത് കൊണ്ടിട്ടാണ് റഷ്യയുടെ കയ്യിൽ നിന്ന് മേടിക്കേണ്ട എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റഷ്യയുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന പല കൺട്രീസിനും താരിഫ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ റീസൺ കൊണ്ടിട്ടാണ്. സോ അങ്ങനത്തുള്ള അൺസർട്ടനിറ്റി നിൽക്കുന്നത് കൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് പോകണം. സോ ആ ഒരു സമയത്തിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം. ഓക്കെ, സോ ഇതാണ് നമുക്ക് നമ്മളുടെ ക്രൂഡ് ഓയിൽ ഇതിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. നാളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ GDP അനൗൺസ്മെൻ്റ് ഉണ്ട്. UKയിൽ നിന്ന് GBPയെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ അതേപോലെ തന്നെ രാവിലെയാണ് വരുന്നത് കേട്ടോ. ഇന്ത്യൻ ടൈമിംഗ് എനിക്ക് തോന്നുന്നത് 11 മണി 10:30 മണിക്കുള്ള ക്യാൻഡിലായിരിക്കും വരുന്നത്. അത് PPIയുടെ ന്യൂസ് വരുന്നുണ്ട് ഉച്ചയ്ക്ക് 1:30 മണിക്ക് UK ടൈമിംഗ്. ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം എല്ലാ വ്യാഴാഴ്ചയും വരുന്ന ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമും വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഇതൊന്നും ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ന്യൂസുകളൊന്നുമില്ല, പക്ഷേ GDP അനൗൺസ്മെൻറ്റ് GBPയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ആ ഒരു സമയത്തൊന്ന് ശ്രദ്ധിച്ചു പോവുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ നേരെ നമ്മളുടെ ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് JPYയിലോട്ട് വരാം. JPY 147.24 നിൽക്കുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ളത് 148 അവിടെ നിന്ന് സെല്ലെടുക്കാമെന്ന്. സോ 148 അവിടെ സെല്ലെടുക്കുന്ന ആൾക്കാർ 148.60 മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കണമെന്ന് പറഞ്ഞു. ആ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല. ഓൾമോസ്റ്റ് 80 പിപ്പിൻ്റെ മുകളിലുള്ള പ്രോഫിറ്റിൽ ഇപ്പോൾ നിൽക്കുന്നു. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറാം, ഇല്ലെങ്കിൽ 146 വരെ വെയിറ്റ് ചെയ്യാം. അതുവരെ വെയിറ്റ് ചെയ്യാൻ ഞാൻ പറയത്തില്ല. അതിന് മുന്നേ ആയിട്ട് പ്രോഫിറ്റ് എടുത്ത് മാറുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ ഇന്നലെ പറഞ്ഞ JPYയിലെ ഓപ്പർച്യൂണിറ്റി പക്കയായിട്ട് വർക്ക് ചെയ്തിട്ടുമുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ,
സോ നേരെ നമ്മളുടെ യൂറോയിലോട്ട് വരുമ്പോൾ ഇനിയും നമുക്ക് 146 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ബൈ, 148 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും സെല്ല് JPYയുടെ കാര്യത്തിനകത്ത്. ഓക്കെ, സോ യൂറോ 1.17140 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 1.1500 നിൽക്കുന്ന ആൾക്കാർ അവിടെ നിന്ന് ബൈ ചെയ്യണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ യൂറോയെ സംബന്ധിച്ചിടത്തോളം അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് വരാൻ പോവുകയാണ്. എന്നാണ്? വെള്ളിയാഴ്ച. എന്താണ് വെള്ളിയാഴ്ചത്തെ പ്രത്യേകത? ഓഗസ്റ്റ് 15 തീയതിയാണ്. ഓഗസ്റ്റ് 15 തീയതി എന്താണ്? സോ US പ്രസിഡന്റും അതേപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റും തമ്മിലുള്ളൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. സോ ആ മീറ്റിങ്ങിനകത്ത് മെയിനായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് ഉക്രൈൻ റഷ്യ സംഘർഷത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും. സോ അതിനെന്തെങ്കിലും അഴിവ് വരുമോ അല്ലെങ്കിൽ അഴിവ് വരത്തില്ലേ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും യൂറോ താഴോട്ട് പോയി നമുക്ക് ഈ പറയുന്ന 1.1500 വീണ്ടും കിട്ടും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. സോ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ, ഇല്ല എന്നുണ്ടെങ്കിൽ 1.1800 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് സെല്ലും നമുക്ക് എടുത്ത് പോവാം. 1.1840 താഴെ മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. അവിടുന്ന് സെല്ലെടുക്കുന്ന ആൾക്കാർ. ഓക്കെ, സോ നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പം GBP നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.3500 മുകളിൽ പോയാൽ പിന്നെ അവിടുന്ന് നല്ല രീതിയിൽ മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നാളെ GDP അനൗൺസ്മെൻ്റ് ഉണ്ട് UK നിന്ന്. സോ അത് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം കൺസിഡർ ചെയ്ത് വേണം ആര് വേണമെങ്കിലും ബൈ എടുക്കാനായിട്ട്. എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ വീണ്ടും താഴോട്ട് പോകാനുള്ള എല്ലാ പോസിബിലിറ്റിയും GBPയിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. വീണ്ടും 1.3500 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിലും ഒരു ബൈ ചെയ്ത് മുന്നോട്ട് GBP കൊണ്ടുപോകാം എന്നുള്ളൊരു കാര്യം കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് 3360 നിൽക്കുന്നു. 3360 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇന്നത്തെ കൺസിഡറേഷൻ അല്ലെങ്കിൽ 3360 അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു സെല്ലെടുത്ത് മുന്നോട്ട് പോകാം ഈ ഒരു പോയിന്റിൽ നിന്ന്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും 3370 മുകളിലായിട്ട് $2-3 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ ടേക്ക് പ്രോഫിറ്റ് അറ്റ്ലീസ്റ്റ് 1:1.5 റേഷ്യോയിലെങ്കിലും വെക്കേണ്ടി വരും. സോ ഇപ്പോൾ $12 ആണെങ്കിൽ 3342 നമ്മൾ ടേക്ക് പ്രോഫിറ്റും വെക്കണം എന്നുള്ള കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് ഗോൾഡിൽ പറയാനായിട്ടുള്ളത്. ഗോൾഡ് 3330 അവിടെ കിട്ടിയാൽ അവിടുന്ന് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. കാരണം 3330 ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ് നമ്മളുടെ ഗോൾഡിൻ്റെ കാര്യത്തിനകത്ത്. ഓക്കെ, 3330 3360 ഈ റേഞ്ചിലായിരിക്കും മോസ്റ്റ് പ്രോബബിളി ഇന്നത്തെ മാർക്കറ്റ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ വേണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ വെച്ച് വേണമെങ്കിലും സെല്ല് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. എനിക്ക് വേറൊരു കാര്യം പറയാനായിട്ടുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ റിലയബിൾ ആയിട്ടുള്ള ബ്രോക്കർ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റാർ ട്രേഡറിൻ്റെ ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള എല്ലാ റെഗുലേഷൻസും നമ്മൾ ഒരു ബ്രോക്കറിനെ കൺസിഡർ ചെയ്യാൻ നേരത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യമാണ് അത് റെഗുലേറ്റഡ് ആണോ എന്നുള്ളത് അല്ലേ. സോ ഒരു സ്റ്റാർ ട്രേഡറിനെ പറ്റി പറയുകയാണെങ്കിൽ അത് എല്ലാ രീതിയിലുള്ള റെഗുലേഷൻസും UK റെഗുലേഷൻസ്, UAE റെഗുലേഷൻസ്, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക ഇവിടെ നിന്നൊക്കെയുള്ള റെഗുലേഷൻസും അതേപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഇൻഷുറൻസ് പോളിസിയും, അതായത് $100,000 വരെ നമ്മളുടെ ഇൻഷുർ ചെയ്യുന്നുണ്ട് നമ്മളുടെ പൈസ ഈ സ്റ്റാർ ട്രേഡർ എന്ന് പറയുന്ന ബ്രോക്കർ. ടൈറ്റ് സ്പ്രെഡ്, ഈവൻ നമുക്ക് സ്വാപ്പ് ഫ്രീ അക്കൗണ്ട് വരെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള. അതിൻ്റെ കൂടെ ഒരു പുതിയ ട്രേഡർ, ന്യൂ ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് പ്രൊമോഷൻസും ബോണസുകളും കൊടുക്കുന്നുണ്ട്. സോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയുടെ, ഇന്ത്യൻ ക്ലയൻസിൻ്റെ കാര്യമാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയുടെ 50%, ഫസ്റ്റ് $500 50%, ടോട്ടൽ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ഒരു ബോണസായിട്ട് തരും. ഓക്കെ, സോ UK ക്ലയൻസ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂറോപ്യൻ ക്ലയൻസ് ആണെങ്കിൽ ആദ്യത്തെ $1000 100% കിട്ടും. $1000 എന്ന ആൾക്ക് $2000 ട്രേഡ് ചെയ്യുകയും ചെയ്യാം ഈ പറയുന്ന ബോണസ് വെച്ചിട്ട്. എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നോ അപ്പോഴൊക്കെ നമുക്ക് 20% ബോണസ് എൻജോയ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ അത് വളരെ നല്ലൊരു ബോണസ് സിസ്റ്റമാണ്. ഇത്രയും നല്ല റെഗുലേറ്റഡ് ആയിട്ടൊരു ബ്രോക്കറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വിഡ്രോവലിൻ്റെ കാര്യം പല ആൾക്കാരും ചോദിക്കുന്നു. വിഡ്രോവൽ എന്താ പറയുക, ഞാൻ ഇതേവരെ വിഡ്രോ ചെയ്തിട്ട്, ഞാനിവിടെ UK ചെയ്തിട്ടുള്ളത്. UK എനിക്ക് അന്ന് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്കറിയാവുന്ന പല ആൾക്കാർക്കും ഇന്ത്യയിൽ നിന്നും അന്ന് തന്നെ എന്താ പറയുക വിഡ്രോ ചെയ്തിട്ട് അന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അവർ പറയുന്ന 48 hours ആണ്, പക്ഷേ അന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഈ ബ്രോക്കറിനെ കുറിച്ച് പറയുമ്പോൾ.
സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. നമ്മളുടെ പുതിയ ബാച്ച് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള ഫോറക്സ് ട്രേഡിംഗ് കോഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതുമായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.